Hello friends, അപ്പോൾ എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ എൻ്റെ കേരള വിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 3 കിടിലൻ ഓഫർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അധികം സംശയങ്ങളും ചോദ്യങ്ങളൊക്കെയാണ്. അപ്പം ആ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരമാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, കേരള വിഷൻ്റെ കണക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾക്ക് എത്ര പൈസ ചിലവാകും, അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ്റെയും മോഡത്തിൻ്റെയും ചാർജ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ കേരള വിഷന് ഒരു ഓഫർ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും മോഡും ഫ്രീ ആയിട്ട് കിട്ടും. പല സമയത്തും പല ഓഫറാണ്. ചില സമയത്ത് ഇൻസ്റ്റാളേഷനും മോഡും ഫ്രീ ആയിരിക്കും. എന്നാൽ നമ്മളൊരു നിശ്ചിത കാലത്തേക്ക് 3 മാസത്തേക്കോ 6 മാസത്തേക്കുള്ള ഒരു കണക്ഷൻ എടുക്കേണ്ടി വരും. അത് ഡിപ്പെൻഡ് ഓൺ അത് നിങ്ങൾ കേബിൾ ഓപ്പറേറ്ററുടെ മനസ്സനുസരിച്ചാണ്. പല ആൾക്കും പല സ്വഭാവമാണല്ലോ. ചില ആൾക്കാർ നമ്മൾക്ക് നിങ്ങൾ 6 മാസത്തേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാസം എടുത്താൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് പറയും. ചില ആൾക്കാർ അങ്ങനെയല്ല, 6 മാസത്തേക്ക് എടുത്താൽ മാത്രമേ ഈ ഓഫർ നിങ്ങൾക്ക് തരൂ, അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഈ ഓഫർ നിലനിൽക്കുന്ന സമയത്ത് ഇൻസ്റ്റാളേഷനും മോഡും ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ മോഡ് എടുക്കുക. ഒരു ബേസിക് ആയിട്ടുള്ള മോഡായിരിക്കും കിട്ടുക. മിക്കവാറും ജെനസിസിൻ്റെ എർത്ത് 1010 എന്നുള്ള ജെനസിസിൻ്റെ എർത്ത് 1010 എന്ന മോഡലായിരിക്കും ഏറ്റവും കുറഞ്ഞിട്ടുള്ള ചെറിയ വേർഷനിലെ മോഡൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ മോഡൽ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് മോഡം അപ്ഗ്രേഡ് ചെയ്യാം. ഈ മോഡത്തിലാണ് നമ്മുടെ കൂടുതലും കാര്യങ്ങൾ ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതിൽ പറഞ്ഞുതരാം എന്തൊക്കെയാണത് എന്നുള്ളത്. അപ്പം നിലവിൽ ഈ ഓഫറുള്ള സമയത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചാർജും മോഡും ഫ്രീ ആയിരിക്കും. ഇനി അങ്ങനെയല്ല എന്നിരിക്കട്ടെ, അത് നിങ്ങളുടെ വീട്ടിൽ സാധാരണ പണ്ട് ഉപയോഗിക്കുന്ന ആ ടൈപ്പ് അനലോഗ് റിസീവർ, അതുപോലെ തന്നെ കേബിൾ ടിവിയുടെ സാധാ ഇതില്ലേ, പണ്ടത്തെ ടൈപ്പ് അനലോഗ് കേബിളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കേബിൾ വലിക്കുന്നതിന് ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ കേരള വിഷൻ്റെ നെറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കണം. ചില കേബിൾ ഓപ്പറേറ്റേഴ്സ് നിലവിൽ തന്നെ എല്ലാവരുടെ വീട്ടിലും ഈ പഴയ മോഡലുള്ള കേബിൾ മാറ്റിയിട്ട് പുതിയ ടൈപ്പ് കേബിൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ആണോ എന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു റിസീവർ ഉണ്ടല്ലോ, നമ്മളെ കേരള വിഷൻ ടി വിയുടെ, അതിൻ്റെ പിറകിൽ ഈ കാണുന്ന ടൈപ്പ് വയറുണ്ടോ, ഇങ്ങനത്തെ ടൈപ്പ് വയറാണോ എന്ന് നോക്കുക. ഇങ്ങനത്തെ ടൈപ്പ് വയറാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ വഴിയാണ് ടെലിവിഷനിലേക്ക് ചാനൽ വരുന്നത്. ഇങ്ങനൊരു കേബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രത്യേകിച്ചിട്ട് അവർക്ക് കേബിൾ വലിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കണക്ഷൻ അടിച്ചാൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റും കേബിൾ ടി വി ഒന്നിച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതേപോലെയുള്ള സാധാരണ കേബിൾ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ അടുത്ത് എവിടെയാണ് തൊട്ടടുത്ത് അടുത്ത വീട്ടിൽ ആരെങ്കിലും വൈഫൈ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വരെയുള്ള കേബിളിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. ഓഫർ ഇല്ല എങ്കിൽ കുറച്ചും കൂടി ദൂരെയാണെങ്കിൽ എത്രത്തോളം ദൂരമുണ്ടോ അത് അവർ പറയും, ഇത്ര പൈസയാവും എന്ന് പറയും. അപ്പം മോഡത്തിൻ്റെ പൈസയും ഈ ഒരു ഇത്രയും ദൂരമുള്ള കേബിളിൻ്റെ ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. മോഡത്തിന് സാധാരണ 1500-2000 ഇടയ്ക്ക് നിങ്ങൾക്ക് മോഡം കിട്ടും. ഈ മോഡത്തിൻ്റെ പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് 2 ആൻറ്റിനുള്ള മോഡ് എടുക്കാം, 4 ആൻറ്റിനുള്ള മോഡ് എടുക്കാം. ഇപ്പോൾ 2 നില വീടാണ്, കുറേ യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ആൻറ്റിനുള്ള മോഡ് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരു 4000-5000 റേഞ്ചിനടുക്കിലുള്ള നല്ലൊരു മോഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലോണം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, സാധാരണക്കാരെ കുറിച്ചല്ല പറയുന്നത്. ഒരുപാട് വലിയ വീടാണെങ്കിൽ അത്തരത്തിലുള്ള കുറച്ചുകൂടി നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള മോഡ് എടുക്കുക. അതുപോലെ തന്നെ 2.4 GHz ആണ് സാധാരണ വരുന്ന മോഡത്തിൻ്റെ ഫ്രീക്വൻസി. എന്നാൽ 5 GHz സപ്പോർട്ട് ചെയ്യുന്ന പുതിയ മോഡം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള മോഡ് എടുക്കാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ടിവിറ്റി സ്പീഡാക്കാം. ഈ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് കുറേ ആൾ ഗെയിം കളിക്കുന്നതാണെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ടുള്ള മോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് പറയാനുള്ളത് ഇതിൻ്റെ റീചാർജിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 തരത്തിൽ കേരള വിഷൻ റീചാർജ് ചെയ്യാം. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺലൈനിൽ നമുക്ക് റീചാർജ് ചെയ്യാം. നിങ്ങളുടെ യൂസർ ID പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക, അതിൽ നമുക്ക് റീചാർജ് ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ റീചാർജ് ചെയ്യാം. രണ്ടാമത്തത് നിങ്ങൾക്ക് ഏത് ഓഫറാണ് വേണ്ടത്, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർ ആരാണോ അവരെ വിളിക്കുക, അവരോട് പറയാം എനിക്ക് ഇന്ന് ഓഫറാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. നിങ്ങൾ പിന്നീട് ഗൂഗിൾ പേ ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കയ്യിൽ ക്യാഷ് ആയിട്ടോ കൊടുക്കാവുന്നതാണ്. അപ്പം റീചാർജും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം ചിന്തിക്കുക, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഈ BSNLൻ്റെ പ്രീപെയ്ഡ് ഇൻ്റർനെറ്റ് പോലെയൊന്നുമല്ല. നിങ്ങൾ ഓരോ മാസം റീചാർജ് ചെയ്യണം. നിങ്ങൾ ആദ്യത്തെ തവണ 20 MB പ്ലാനാണ് എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുന്നു എനിക്ക് 20 MB പോരാ, കുറച്ചും കൂടി കൂടണം, ഒരു 30, 40, 50 വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം റീചാർജ് മാറ്റി ചെയ്യാം. ആ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് സ്പീഡ് വേണമെന്ന് വെച്ചാൽ 50 MB പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 50 MB പ്ലാൻ റീചാർജ് ചെയ്ത് തരും. അപ്പം ഇനി അഥവാ നിങ്ങൾ ഒരു മാസത്തേക്ക് കണക്ഷൻ എടുത്തു, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് മാറി നിൽക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ആ ഒരു മാസം മാറിയ സമയത്ത് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ട, കുഴപ്പമില്ല, തിരിച്ച് വന്നിട്ട് റീചാർജ് ചെയ്താൽ മതി. ഇത് പ്രീപെയ്ഡ് ആണ്.
ഇത് പ്രീപെയ്ഡ് ആണ്, പോസ്റ്റ് പെയ്ഡ് അല്ല. അതായത് മാസം മാസം നമ്മൾ റീചാർജ് ചെയ്തിട്ട് കേബിൾ ടി വി പോലെ തന്നെ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് പ്രീപെയ്ഡ് ആണ്, അതായത് നമ്മൾ മാസം മാസം റീചാർജ് ചെയ്യണം. അല്ലാതെ ഇത് എടുത്തത് മുതൽ എത്ര മാസം നമ്മുടെ വീട്ടിലതുണ്ടോ അത്രയും കാലത്തേക്ക് ഇതിൻ്റെ ബില്ല് വരും, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ മാസവും റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റ് കണക്ഷൻ ലഭ്യമാവുകയുള്ളൂ. ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യമാണ് CCTV ഉപയോഗത്തിനാണ് ഏതാണ് പ്ലാൻ എടുക്കേണ്ടതെന്ന്. ഒരു 4000 GB ബേസിക് പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ ആദ്യം കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ 20 MB 30 MB 50 MB പ്ലാൻ ഉണ്ടെന്ന്. ആ 20 MB പ്ലാൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് CCTV ഒക്കെ നല്ല വൃത്തിയിൽ ഉപയോഗിക്കാം. അത് HD റെസൊല്യൂഷനിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ പോലും ഈ ഒരു 4000 GB നിങ്ങൾക്ക് മതിയാണ്. നിങ്ങൾ ഫുൾ ടൈം CCTV നോക്കുന്നില്ലല്ലോ. നമ്മളിപ്പം CCTVക്ക് വേണ്ടി സെറ്റ് ചെയ്താലും നിങ്ങൾ ആ സോഫ്റ്റ്വെയറിൽ കയറി അത് ഓൺ ആക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഡാറ്റ ചാർജ് വരുന്നുള്ളൂ, അല്ലാതെ നമ്മൾക്ക് വരുന്നില്ല. പിന്നെ പലതരം കടകളിലെ CCTV ഒരേ സമയത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്ന മറ്റൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലിയ അളവിൽ ഡാറ്റ വരും. അതല്ലാണ്ട് ജസ്റ്റ് നമ്മളൊരു കടയുണ്ട്, കടയിൽ നമ്മൾ CCTV വെച്ചു, നെറ്റ് കണക്ട് ചെയ്തു, നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ് ആരൊക്കെ കടയിലുണ്ടെന്ന് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ആ കടയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ ബേസിക് പ്ലാൻ മതി. ഒരു 20 MB അല്ലെങ്കിൽ ഒരു 50 MB 500 രൂപ മാസം അത് കൊടുത്താൽ മതി. ആ ഒരു പ്ലാൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നടത്താൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് മറ്റൊരു ആൾ ചോദിച്ചൊരു ചോദ്യമാണ് QR കോഡ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ വൈഫൈ നമ്മളിപ്പോൾ ഒരു വൈഫൈ കണക്ട് ചെയ്തു. ആ വൈഫൈ നമ്മൾക്ക് മറ്റൊരു സുഹൃത്തിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വൈഫൈയുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മറ്റൊരാൾക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ QR കോഡ് എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. അതിൽ യൂസർ നെയിമും പാസ്വേഡും ടെക്സ്റ്റായിട്ട് രേഖപ്പെടുത്തിയതാണ്. സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് യൂസർ നെയിമും പാസ്വേഡ് അടിച്ചിട്ട് ഒരു വൈഫൈ ലോഗിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ വൈഫൈ മോഡത്തിന് മനസ്സിലാവുന്നത്. അല്ലാതെ വൈഫൈ മോഡത്തിന് ഒരിക്കലും അത് മനസ്സിലാവില്ല. ഇത് QR കോഡ് വഴിയാണ് കയറുന്നത് എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ QR കോഡ് ഉപയോഗിച്ചിട്ട് വൈഫൈ ലോഗിൻ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് തടയാൻ പറ്റില്ല. പിന്നെ അടുത്തുള്ള മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചില ആൾക്കാർ പറഞ്ഞ കാര്യമാണ് വൈഫൈ ചീറ്റേഴ്സ്. അതായത് നമ്മൾ ഈ യൂസർ നെയിം പാസ്വേഡും ക്രാക്ക് ചെയ്തെടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാന്നുള്ളത്. അതിന് നമ്മൾക്ക് 2-3 വഴികളുണ്ട്. അത് മോഡത്തിൻ്റെ പവർ അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം MAC അഡ്രസ്സ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ വൈഫൈയുടെ അഡ്മിൻ പാനലിൽ കയറി കഴിഞ്ഞാൽ അവിടെ വൈഫൈയുടെ മെനുവിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് MAC അഡ്രസ്സ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഓരോ ഡിവൈസിനും ഓരോ മൊബൈലിൻ്റെയും വൈഫൈൻ്റെ ആ ഒരു ഹാർഡ്വെയറിന് ഒരു MAC നമ്പർ ഉണ്ടാവും. ആ MAC നമ്പർ ഉപയോഗിച്ചാണ് കണക്ട് ആവുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ആളെ MAC നമ്പർ ഒരു ഡിവൈസിൻ്റെ MAC നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് രണ്ടാമത് നമ്മളെ വൈഫൈയിൽ കണക്ട് ആവാൻ സാധിക്കില്ല. അത്തരത്തിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരാളെ ബാൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് നമ്പർ സെറ്റ് ചെയ്യാം. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ 3 ആൾക്കാരാണുള്ളത്, അച്ഛനും അമ്മയും മകനും, ഇത്രയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 3 പേർക്ക് മാത്രമേ കണക്ഷൻ വേണ്ടൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വൈഫൈ കയറുക, അതിൽ ക്ലയൻറ്റ് ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ക്ലയൻറ്റ് നമ്പർ ഉണ്ടാവും, 3 കൊടുക്കുക. അതായത് ഒരു സമയത്ത് 3 ആൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ഇതിലൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരൻ വന്നു, അപ്പോൾ അച്ഛൻ്റെയും നമ്മുടെയും അതുപോലെ തന്നെ കൂട്ടുകാരൻ്റെയും ഫോണ് കണക്ട് ചെയ്യാൻ അമ്മയുടെ ഫോണിന് നെറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ആവാൻ സാധിക്കില്ല. കാരണം 3 അത് ഇന്ന ആളെന്നൊന്നുമില്ല, ആകെ 3 ആൾക്ക് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു തരത്തിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ നിന്നും നമുക്കത് തടയാൻ പറ്റും ക്ലയൻറ്റ് നമ്പർ ഉപയോഗിച്ചിട്ട്. പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഓരോ ആൾക്കും ഇത്ര MB അല്ലെങ്കിൽ ഇത്ര സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അത് സെറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള മോഡും ഉണ്ട്. നിങ്ങളുടെ മോഡ് ഏതാണോ അതനുസരിച്ചാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഓരോ യൂസറിനും ഇത്ര MB അല്ലെങ്കിൽ ഇത്ര KB/s സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് കണക്ട് ചെയ്യുന്നതല്ല, ലാൻഡ് കേബിൾ ഉപയോഗിച്ച്, നിങ്ങൾക്ക് ലാൻഡ് കേബിൾ അറിയില്ലേ, നമ്മൾ സാധാരണ ഒരു മഞ്ഞ കളറിലൊരു വയർ ഉണ്ടാവുന്നത്, ഈ ടൈപ്പ് വയർ, ഇത് ഉപയോഗിച്ചിട്ട് ലാപ്ടോപ്പിലേക്കും കമ്പ്യൂട്ടറിലേക്കും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ലാൻഡ് കേബിൾ വഴി കണക്ട് ആവുന്ന അതിലേക്ക് എത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര സ്പീഡ് ട്രാൻസ്ഫർ കൊടുക്കാം. അതുപോലെ തന്നെ മൊബൈൽ വൈഫൈ യൂസേഴ്സ് ആണെങ്കിൽ ഒരു മൊബൈലിലേക്ക് മാക്സിമം എത്ര സ്പീഡ് കൊടുക്കാം. നിങ്ങളിപ്പം വൈഫൈ സ്പീഡ് ലിമിറ്റ് 100 സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ അവരെ ഫോൺ കണക്ട് ചെയ്തു, അദ്ദേഹത്തിന് വൈഫൈ ഉള്ളിലൂടെ ലഭിക്കുന്ന സ്പീഡ്, നിങ്ങൾക്കിപ്പം 50 MB/s സ്പീഡാണ് നിങ്ങളുടെ വൈഫൈയുടെ കണക്ഷൻ സ്പീഡെങ്കിലും നിങ്ങളിവിടെ 100 GB സെറ്റ് ചെയ്താൽ അയാൾക്ക് 100 GB മാത്രമേ സ്പീഡ് കിട്ടൂ. അതായത് അദ്ദേഹത്തിന് ഒരു ഫുൾ HD ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും കണ്ടിന്യൂസ് സ്ട്രീം ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബഫറിംഗ് ഒക്കെ വരും. നേരെ മറിച്ച് ഒരു 500 GB സെറ്റ് ചെയ്യുകയാണെങ്കിൽ
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ബ്രൗസ് ചെയ്ത് കാണാം. അപ്പം നിങ്ങളുടെ വൈഫൈ ഇത്തരത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാ മോഡും ഇത് സപ്പോർട്ട് ചെയ്യില്ല. ഇത് സപ്പോർട്ട് ചെയ്യുന്ന മോഡത്തിന് മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട്സ്പോട്ട് വൈഫൈയിൽ ഒരു വൈഫൈ തന്നെ നമുക്ക് 2 അതിലധികമോ ഹോട്ട്സ്പോട്ട് സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു കാര്യം ചെയ്യാം. അതായത് 2 ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് നിങ്ങളുടെ മെയിൻ, ആ പാസ്വേഡ് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഫോണിൽ മാത്രം സെറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് ഒരു സബ് പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ക്ലയൻറ്റ് നമ്പർ സെറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അതിലൊരു സ്പീഡ് ലിമിറ്റും സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ വേറൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് കൊടുക്കുക. അപ്പം മറ്റുള്ളവർ ഉപയോഗിച്ചാലും അത്ര വലിയ സ്പീഡിലൊന്നും ഉപയോഗിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ക്ലയൻറ്റ് നമ്പർ സെറ്റ് ചെയ്യാം. പിന്നെ ഈ പാസ്വേഡ് കുറച്ച് ഫസ്റ്റത്തിൽ നല്ല സ്ട്രോങ് ആയ പാസ്വേഡ് കൊടുക്കുക. അതായത് നിങ്ങളുടെ പാസ്വേഡിൽ ഇപ്പം @ ഹാഷ് സ്റ്റാർ നമ്പർ അക്കം വലിയക്ഷരം ചെറിയക്ഷരം ഇതൊക്കെ ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. ഒരു 10 അക്കം അല്ലെങ്കിൽ ഒരു 12 അക്കം വരുന്ന ഇതേപോലത്തുള്ള അക്ഷരങ്ങളും നമ്പറുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. ഈ വൈഫൈയുടെ പാസ്വേഡ് ക്രാക്ക് ചെയ്തെടുക്കുന്ന പല സോഫ്റ്റ്വെയറുകളുണ്ട്, കമ്പ്യൂട്ടറുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട്. ഇത്തരത്തിലുള്ള സ്ട്രോങ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരുപാട് സമയം ഈ കാൽക്കുലേഷന് വേണ്ടിയിട്ട് അവർക്ക് നീക്കി വെക്കേണ്ടി വരും. അത് ഇത്തരത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രതിവിധി ഇവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഒന്നോ അതിലധികമോ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വൈഫൈ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെ രക്ഷപ്പെടാൻ പറ്റും. മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട്. അതായത് നമ്മുടെ വൈഫൈയുടെ SSID നമ്മളിപ്പം സാധാരണ മൊബൈൽ ഫോണിൽ വൈഫൈ ഓണാക്കുമ്പോൾ തന്നെ ഇങ്ങനെ സെർച്ചിങ് കാണിക്കും. അതിനുശേഷം നമ്മുടെ അടുത്തൊക്കെ ഏതൊക്കെ വൈഫൈ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇത്തരത്തിൽ ഈ സെർച്ച് ചെയ്യുമ്പോൾ ആ വൈഫൈ ലിസ്റ്റിൽ വരുന്നതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെർച്ച് ID അല്ലെങ്കിൽ നിങ്ങളുടെ SSID വിസിബിലിറ്റി ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് SSID ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. SSID ഓർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വൈഫൈയിൽ കയറിയിട്ട് ആഡ് നെറ്റ്വർക്ക് കൊടുത്തിട്ട് അതിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ലോഗിൻ ചെയ്യാറ്, വൈഫൈ ഓൺ ആക്കുമ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ അവിടെ കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും നമ്മൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുന്നു, യൂസർ ID അപ്പോൾ തന്നെ അതിൽ വന്നു, പിന്നെ പാസ്വേഡ് അടിക്കുക, ലോഗിൻ ചെയ്യുക എന്ന് മാത്രമാണ്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ SSID നമ്മൾ വിസിബിൾ ആക്കിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, വൈഫൈയിൽ കയറുക, ആഡ് നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ എടുക്കുക, അതിൽ SSID കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈയെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ചും കൂടി പ്രയാസമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ SSID മറന്നുപോയാൽ പിന്നെ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വൈഫൈയുടെ പാസ്വേഡോ കാര്യങ്ങളോ മാറ്റണമെങ്കിൽ ഏതെങ്കിലും ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് ലാൻ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. വൈഫൈയുടെ പിറകിൽ ഒരു സ്റ്റിക്കറിലായിട്ട് അതിൻ്റെ ഈ IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. IP അഡ്രസ്സ് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ അഡ്മിൻ പാനലിൽ കയറിയിട്ട് വേണം പിന്നീട് രണ്ടാമത് വൈഫൈ ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. പണ്ടൊക്കെ ആയിരുന്നു കേരള വിഷൻ്റെ വൈഫൈയുടെ പാസ്വേഡ് 1 2 3 4 5 6 7 8 അക്കം മിനിമം വേണമല്ലോ. അപ്പം അത്തരത്തിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരള വിഷൻകാരും അവർ പാസ്വേഡ് കൊടുക്കുമ്പോൾ തന്നെ യൂസർ നെയിമിനോട് ചേർന്നിട്ടുള്ള പാസ്വേഡോ കുറച്ച് വ്യത്യാസമായിട്ടുള്ള പാസ്വേഡ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ 1 2 3 4 5 6 7 8 ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ചില ആൾക്കാർ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വീഡിയോ ആയിട്ടോ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പം എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ ചാനലാണ്, മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ചാനലായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് നമ്മൾ അയക്കുന്ന എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കേരള വിഷനുമായി ബന്ധപ്പെട്ട് കുറേ അധികം ഡൗട്ട്, കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്. അതായത് ഞാൻ ഈ കേരള വിഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ആ കമൻറ്റിലൊക്കെ വന്നിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഉമ്മാ ഇന്ന് ഉന്തിയിട്ടല്ലേ വീഡിയോ എടുക്കുമ്പോൾ എന്തെന്നും ഞാൻ കളിക്കുന്നു, ഇനി ഒച്ചാക്കല്ലമ്മ. ഇതമോളെ ഇത് കണ്ടാ നീ? നമ്മ കറക്റ്റ് എപ്പോൾ വീഡിയോ റെക്കോർഡ് ബട്ടൺ ഞെക്കും അന്നേരം ഏടുന്നാന്നറിയില്ല. കാക്ക കരിയും, കോഴി കൂവും, വെടി വെക്കും, എല്ലാം നടക്കും.